നമസ്കാരം. ഗോവിൻ വിശേഷത്തിലേക്ക് സ്വാഗതം. സർക്കാർ ജോലികൾക്ക് ഇനി കൊങ്കിണി നിർബന്ധം. സംസ്ഥാനത്തെ സർക്കാർ ജോലികളിലേക്കുള്ള നിയമനങ്ങൾക്ക് ഇനി കൊങ്കിണി ഭാഷാ പരീക്ഷ പാസ്സാക്കേണ്ടത് നിർബന്ധമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു. 15 വർഷത്തെ റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും കൊങ്കിണി പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിൽ ജോലിക്ക് അർഹതയുണ്ടാവില്ലെന്നും CM വ്യക്തമാക്കി. ബോറിം പാലം നവംബർ 1 രാത്രി അടച്ചിടും. നവംബർ 1 രാത്രിയോടെ പഴയ ബോറിം പാലം വാഹന ഗതാഗതത്തിന് അടച്ചിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. നവംബർ 1 രാത്രി 8 മണി മുതൽ നവംബർ 2 രാവിലെ 4 മണി വരെയാണ് അടച്ചിടൽ. പാലത്തിലെ താൽക്കാലിക സ്റ്റീൽ ട്രസ് പൊളിച്ചുമാറ്റി മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനാണ് ഈ നടപടിയെന്ന് വകുപ്പ് അറിയിച്ചു. യാത്രക്കാർ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാനും ട്രാഫിക് നിർദ്ദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശമുണ്ട്. മാലിന്യം തള്ളിയ വാഹനം പിടികൂടി. റോഡരികിൽ മാലിന്യം തള്ളിയ വാഹനം പൊർവോറിം പോലീസ് പിടികൂടി. ആൾട്ടോ പൊർവോറിം പ്രദേശം ഡോക്ടർ കേനിയുടെ വീടിനടുത്തായി റോഡിന്റെ വശത്ത് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്ന വാഹനമാണ് കണ്ടെത്തിയത്. സൊക്കേറോ പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. ഇത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ആർപ്പോറ ബാർദേസ് സ്വദേശിയായ ഡ്രൈവർ ജോക്കിം കാൽദിറയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അക്വാഡ ബേയ്ക്ക് സമീപം പാറയിലിടിച്ചു നിന്ന ക്രൂസ് ബോട്ടിൽ നിന്ന് 38 പേരെ രക്ഷപ്പെടുത്തി. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്നാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:15 സംഭവം. ഇന്റർസെപ്റ്റർ ബോട്ടുകളിലും ജെറ്റ്സ്കികളിലുമായി എത്തിയ ലൈഫ് ഗാർഡുകളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കടലിലെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തി. ലൈഫ് ഗാർഡുകൾ ബോട്ടിനടുത്തേക്ക് എത്തുകയും യാത്രക്കാരെ സുരക്ഷിതമായി കരയിലെത്തിക്കുകയും ചെയ്തു. അതേസമയം സമീപത്തുണ്ടായ മറ്റൊരു സംഭവത്തിൽ തലകീഴായി മറിഞ്ഞ ബോട്ടിൽ നിന്ന് 4 പേരെയും രക്ഷപ്പെടുത്തി. 2 രക്ഷാപ്രവർത്തനങ്ങളിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. എഞ്ചിൻ തകരാറാണ് ബോട്ട് അപകടത്തിലാകാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. ഗോവ പോലീസ് ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ ഉത്തരവുകൾ അവഗണിക്കുന്നു. ഗോവ പോലീസിൽ ഭരണപരമായ പ്രതിസന്ധി തുടരുകയാണ്. 506 ഉദ്യോഗസ്ഥർ, 3 ഇൻസ്പെക്ടർമാർ, 24 സബ് ഇൻസ്പെക്ടർമാർ, 39 അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ, 60 ഹെഡ് കോൺസ്റ്റബിൾമാർ, 380 കോൺസ്റ്റബിൾമാർ എന്നിവർ ട്രാൻസ്ഫർ ഉത്തരവുകൾ അവഗണിച്ചതായി റിപ്പോർട്ടുകൾ. 2024 സെപ്റ്റംബർ 15, 19 തീയതികളിൽ പുറപ്പെടുവിച്ച ഓർമ്മപ്പെടുത്തലുകൾക്കും പ്രതികരണമുണ്ടായില്ല. 2020-25 കാലയളവിൽ 73 ഉദ്യോഗസ്ഥർ, 5 സബ് ഇൻസ്പെക്ടർമാർ, 20 ഹെഡ് കോൺസ്റ്റബിൾമാർ എന്നിവർ ട്രാൻസ്ഫറുകൾ ഒഴിവാക്കി. പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡിന്റെ ശുപാർശകൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നു. 2024 ട്രാൻസ്ഫർ സൈക്കിളിൽ 704 ഉദ്യോഗസ്ഥരിൽ പകുതിയോളം പേർ പഴയ പോസ്റ്റുകളിൽ തുടരുന്നു. ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട പോസ്റ്റുകൾ വിട്ടുകൊടുക്കാൻ മടിക്കുന്നതാണ് കാരണമെന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വൃത്തങ്ങൾ പറയുന്നു. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അജയ് കൃഷ്ണൻ ശർമ്മയുടെ ഉത്തരവിൽ SP ധർമ്മേഷ് ആംഗിൾ വയർലെസ് സന്ദേശം വഴി പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അഞ്ചുനയിലെ വിവാദ റീറ്റെയിനിംഗ് വാൾ WRDയെ വിവാദത്തിലാക്കുന്നു. കലങ്കുത്ത് MLA മൈക്കിൾ ലോബോയുടെയും സിയോളിം MLA ദലൈല ലോബോയുടെയും മകന്റെ അഞ്ചുനയിലെ സ്വത്തിൽ നിർമ്മിക്കുന്ന ആന്റി എറോഷൻ വാൾ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ വിവാദത്തിലാക്കി. WRDയിൽ നിന്നും CRZൽ നിന്നും ഔദ്യോഗിക അനുമതി ലഭിച്ചതായി ലോബോ ദമ്പതികൾ അവകാശപ്പെടുന്നു. WRD എഞ്ചിനീയർമാർ പറയുന്നത് സർക്കാർ അനുമതിയോടെ പൂർണ്ണമായ ചെലവ് സ്വകാര്യ വ്യക്തി വഹിക്കുകയാണെങ്കിൽ ഇത്തരം പ്രോജക്റ്റുകൾ അപവാദമായി സ്വീകരിക്കാമെന്നാണ്. എന്നാൽ ഇത് പതിവല്ല. എസ്റ്റിമേറ്റ് തയ്യാറാക്കി 15% മേൽനോട്ട ചാർജ് ഉൾപ്പെടെ സ്വകാര്യ വ്യക്തി പണം നൽകണം. CRZ അനുമതി ഉൾപ്പെടെയുള്ള നിർബന്ധിത അനുമതികളും വേണം. WRDയുടെ പ്രവർത്തനം പൊതുജന നന്മയ്ക്കാണ്, വ്യക്തിഗത നേട്ടത്തിനല്ലെന്ന് എഞ്ചിനീയർമാർ വ്യക്തമാക്കി. ലോബോ ദമ്പതികൾ എല്ലാ അനുമതികളും നേടിയതായി അവകാശപ്പെടുന്നു. മഹാരാഷ്ട്ര കുടുംബങ്ങൾ ഗോവയിൽ റേഷൻ വാങ്ങുന്നു. ഒരു രാഷ്ട്രം ഒരു റേഷൻ പദ്ധതി പ്രകാരം മഹാരാഷ്ട്രയിലെ 119 കുടുംബങ്ങൾ ഗോവയിലെ ഫെയർ പ്രൈസ് ഷോപ്പുകളിൽ നിന്ന് മാസം തോറും റേഷൻ വാങ്ങുന്നു. 18 കുടുംബങ്ങൾ സിന്ധുദുർഗിൽ നിന്നും 15 കുടുംബങ്ങൾ കോലാപൂരിൽ നിന്നുമാണ്. ഈ പദ്ധതി റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വന്തം സംസ്ഥാനത്ത് നിന്ന് ജാരി ചെയ്ത് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു സംസ്ഥാനത്ത് റേഷൻ വാങ്ങാൻ അനുവദിക്കുന്നു. ഗോവയിൽ പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല. റേഷൻ കാർഡ് ഉപയോഗിച്ച് നേരിട്ട് വാങ്ങാം. 69 കുടുംബങ്ങൾ സൗത്ത് ഗോവയിൽ നിന്നും 50 കുടുംബങ്ങൾ നോർത്ത് ഗോവയിൽ നിന്നും റേഷൻ എടുക്കുന്നു. യവത്മാൽ, ലാത്തൂർ, ജൽഗാവ് തുടങ്ങിയ മഹാരാഷ്ട്ര ജില്ലകളിൽ നിന്നുള്ളവരും ഈ സൗകര്യം ഉപയോഗിക്കുന്നു. 4 ഗോവൻ കുടുംബങ്ങൾ മഹാരാഷ്ട്ര, കേരളം, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ റേഷൻ വാങ്ങുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.